വലിയ കസേരയിലും വലിയ മുറിയിലും വലിയ മേശയുടെ പുറകിലും ഇരുന്ന് ജനാധിപത്യപരമായി പെരുമാറാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ആ തരത്തിലൊക്കെ അഹങ്കാരത്തോടെ അവന്മാരെല്ലാം പെരുമാറുന്നത്. ജനാധിപത്യ ബോധമുള്ള മനുഷ്യരായി മാറുന്നതിന് കൊടുക്കേണ്ട ഒരു വിദ്യാഭ്യാസവും നമ്മൾ സ്കൂളിലും കൊടുക്കുന്നില്ല. ഈ നിൽക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഭരിക്കാനുണ്ടാക്കിയത്, അത് വെച്ച് ജനാധിപത്യം വർക്കിയത്. അവർക്കൊരു വോട്ടുള്ളതല്ലേ, അവർ രാഷ്ട്രീയ അവബോധമുള്ള ഉണ്ടാകണ്ടേ. വോട്ട് ആർക്ക് എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു സന്ദർഭം ഉണ്ടായിരുന്നോ? ഒരു രാജ്യത്തിന് ഞാൻ ബ്രിട്ടീഷ് രാജാവിന് പകരം ഇന്ത്യൻ രാജാക്കന്മാർ കുറച്ച് പേര് ഭരിക്കുന്നു എന്നുള്ളതാണ്, തെരഞ്ഞെടുത്ത രാജാക്കന്മാരുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പരാതി. അതുകൊണ്ടാണ് ഈ കയറി ഭരിക്കുന്നത്. അതേ കസേരയിലല്ലേ ഇരിക്കുന്നേ. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും രണ്ടുപേര് കൊട്ടാരത്തിലില്ലേ താമസിക്കുന്നത്. പിന്നെ എന്തിനാണ് പാവം പിടിച്ച രാജാക്കന്മാരെയൊക്കെ മാറ്റി? അതുകൊണ്ടാണ് ഭരണം മാറേണ്ടതുണ്ട്, ഭരണമല്ല വേണ്ടതെന്ന് അറിയേണ്ടതുണ്ട്. ജനാധിപത്യത്തിനകത്ത് ക്രമീകരണമെന്നും സേവനമൊന്നും മാറേണ്ടത്. ഒരു രാഷ്ട്രീയക്കാരനെ നമ്മളൊരു റോൾ മോഡലായിട്ട് കാണണ്ട, പക്ഷെ നമുക്ക് രാഷ്ട്രീയം ഉണ്ടായിരിക്കുക എന്നുള്ളത് ആര് പറഞ്ഞു കൊടുത്തു? അവരോട് എപ്പ പറഞ്ഞു കൊടുത്തു? അല്ലെ നമുക്ക് സ്വയം തോന്നേണ്ട ഒരു കാര്യമല്ലേ. എങ്ങനെ സ്വയം തോന്നുന്നേ? ഇപ്പൊ എനിക്കായാലും തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അബദ്ധം കൊണ്ട് പറ്റിയതാ. എനിക്കങ്ങനെ തോന്നിയതാ. എങ്ങനെയാ? ഇയാൾക്ക് രാഷ്ട്രീയക്കാരനാകേണ്ടതുണ്ട് എന്നുള്ള കാര്യം താൻ രാഷ്ട്രീയക്കാരനാകണ്ടെന്നല്ല, രാഷ്ട്രീയം വേണം എന്ന് തന്നെ ഉള്ള കാര്യം ഒരു അപമാനകരമായ കാര്യമായിട്ട് തന്നെയാണ് ആൾക്കാർ പഠിപ്പിക്കാറുള്ളത്. ആ വീടുകളിലെല്ലാം അങ്ങനെയാ പറയാറുള്ളത്. സമരം ചെയ്യുന്നതിനോടെല്ലാം എതിരല്ലേ ആൾക്കാർ പറയാറ്. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരുടെ പണിയായിട്ടല്ലേ പറയുന്നേ. അല്ലാതെ എവിടെയാണുള്ളത്? അഴിമതി ചെയ്യാൻ താല്പര്യമുള്ളവർ രാഷ്ട്രീയക്കാരാകും. ഇങ്ങനല്ലയോ നമുക്കറിയാവുന്ന? അങ്ങനല്ലേ എല്ലാ രാഷ്ട്രീയക്കാരും അഴിമതിക്കാരാണ്. ഈ കഥയാണ് നമുക്ക് ആകെ പത്രത്തിനകത്തൂടെയും ടെലിവിഷനകത്തൂടെയും കിട്ടുന്നത്. ഇത് വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ആരെങ്കിലും രാഷ്ട്രീയക്കാരാകുമോ? ഇനി രാഷ്ട്രീയ അവബോധം ഉണ്ടാകുന്ന നിലവാരത്തിൽ ഏത് ക്ലാസ് റൂമിലാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുള്ളത്? നമ്മൾ ഇന്ത്യൻ ഭരണഘടന വായിച്ചിട്ടുള്ള ഒരു സ്കൂളുണ്ടോ? അത് അവരതിന്റെ പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇത് സിസ്റ്റത്തിന്റെ ഒരു ഫെയിലിയർ ആയിട്ടാണോ? നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്ന രാഷ്ട്രീയ വിരോധമുള്ളവരാ. പണ്ട് രാജാക്കന്മാര് ഭരിച്ചിരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ രാജാക്കന്മാരെന്ന് ഞാൻ പറയുമ്പോൾ എല്ലാവരും എന്തോ ഇല്ലാത്ത ഒരു കാര്യമാണെന്ന് തോന്നും. നമ്മുടെ വാല്യൂസ് മുഴുവൻ അത് തന്നെയാണ്. നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങളെ ഒരു ട്രീറ്റ് ചെയ്തു, എന്തായിരിക്കും വീട്ടിൽ പോയി പറയുന്നത്? രാജകീയമായ ഒരു ട്രീറ്റ്മെന്റ് കിട്ടിയെന്നല്ലേ പറയുന്നേ. നല്ല വേഷം ഇട്ട ഒരാള്, ഒരു പെൺകുട്ടി ആൺകുട്ടി വന്ന പ്രിൻസിനെ പോലെ ഇരിക്കുന്നല്ലോ, പ്രിൻസസിനെ പോലെ ഇരിക്കുന്നതല്ലേ പറയുന്നേ. നമ്മളിതെല്ലാം ഇങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് ജനാധിപത്യപരമായിട്ടുള്ള ഒരു മൂല്യബോധം ഉണ്ടാകുന്ന ഒന്നും തന്നെയും നമ്മുടെ വീടുകളിൽ നിന്ന് ലഭിക്കുന്നില്ല. അത് കിട്ടാനുള്ള സാധ്യതയില്ല. കാരണം ഏതെങ്കിലും ജാതിക്കും മതത്തിനും അനുസരിച്ച് ജീവിക്കുന്നവർ മാത്രമാണ്, അവരാരെങ്കിലും പൗരരായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ വീടുകളിൽ ജനിച്ചിട്ട് സ്കൂളിൽ പോയിട്ട് അവിടെ എപ്പോഴെങ്കിലും ഈ രാഷ്ട്രീയ അവബോധം ഉണ്ടാകുന്ന രാഷ്ട്രീയക്കാർ, നിങ്ങൾ പഠിച്ചിട്ട് രാഷ്ട്രീയക്കാരനാകണമെന്ന് ഏതെങ്കിലും ഒരു അധ്യാപകൻ ഏതെങ്കിലും കുട്ടിയോട് പറഞ്ഞ കേട്ട് ഇയാൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. അത്രേ ഉള്ളൂ. ഇത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി. ജോലിക്കാരെ, കൂലിക്കാരെ, അടിമകളെ അനുസരണയുള്ളവരാക്കി വളർത്തുന്നവരെ അല്ലയോ നമ്മൾ വളർത്തുന്നേ. അപ്പൊ അതിനകത്തുനിന്ന് കുതറിയവരാണ് ആ പറയുന്നത്. ഇന്നത്തെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാരായിട്ട് അവർ വരേണ്ടവരാണ്. ആ വരേണ്ടവരെ എതിര് പിടിച്ച് പറയുന്നതിന്റെ കാര്യം അവരുടെ മുന്നിലുള്ള മോഡൽ എന്ന് പറയുന്നത് വളരെ മോശമാണ്. കള്ളം ചെയ്യുന്നവർ, അഴിമതി ചെയ്യുന്നവരെ പറ്റിയുള്ള കഥകൾ മാത്രമേ നമ്മുടെ പത്രങ്ങളിലെല്ലാം ഉള്ളൂ. ന്യൂസ് എന്ന് പറഞ്ഞ് വായിക്കുന്നത് എന്താണ്? അപ്പൊ പിന്നെ എങ്ങനെയാണ്? അല്ലാതെ ആധുനിക ജനാധിപത്യ ബോധമുള്ള മനുഷ്യരായി മാറുന്നതിന് കൊടുക്കേണ്ട ഒരു വിദ്യാഭ്യാസവും നമ്മൾ ഒരു സ്കൂളിലും കൊടുക്കുന്നില്ല. ആ കൊടുക്കാതിരുന്നിട്ട് അതിന്റെ പ്രോഡക്റ്റ് ആയിരിക്കുന്നവരെ കുറ്റം പറയുകയാണ്. ഇപ്പൊ തന്നെ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, പക്ഷെ അതാ ചെയ്തത്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോ രാഷ്ട്രീയം വേണം എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണല്ലോ, പക്ഷെ ഒരു ബോധം ഉണ്ടായിരിക്കണം എന്നുള്ളത്. നമുക്ക് രാഷ്ട്രീയം വേണം എന്നുള്ളതല്ല, രാഷ്ട്രീയക്കാരല്ലാത്ത ഒരാള് ജനാധിപത്യത്തിനകത്ത് ഉണ്ടായിക്കൂടാ. എല്ലാവർക്കും ഒരു വോട്ടുള്ളതല്ലേ. അപ്പൊ രാഷ്ട്രീയ അവബോധം ഉണ്ടാകണ്ടേ. പക്ഷെ വോട്ട് ആർക്ക് എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിന് പ്രോഡക്റ്റ് ആയിട്ട് നമ്മളിപ്പോ കാണുന്ന ആൾക്കാർ രാഷ്ട്രീയക്കാരല്ല എന്ന് പറയുന്നതിൽ അവർ അഭിമാനം കൊള്ളുന്നുണ്ടെങ്കിൽ
അതിൽ അഭിമാനിക്കാൻ അവരെ പഠിപ്പിച്ചവരാണ് വീടുകളിലും സ്കൂളുകളിലും ഉള്ളവർ. ഉം. അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ വരും. ഇപ്പം താനും ഞാനും മലയാളത്തിലിരുന്ന് സംസാരിക്കുന്നത്, ഉം. നമ്മൾ രണ്ടുപേരും മലയാള ഭാഷ പഠിച്ചത് നമ്മുടെ തെരഞ്ഞെടുപ്പാണോ? അല്ല. ഇത്ര ലളിതമല്ലേ ഉള്ളൂ. അതെ. നമ്മൾ ഏതെങ്കിലും ഒരു ജാതിക്കോ മതത്തിനകത്തോ വിശ്വസിക്കുന്നവരാണെന്ന് പറയുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പാണോ? അല്ല. പിന്നെ അങ്ങനെ പ്രോഡക്റ്റ് ആയിരിക്കുന്നവരല്ലേ നമ്മളല്ല. ഉൽപ്പന്നമാണ് നമ്മുടെ നേരത്തെ ഉള്ളവരുടെ ഉൽപ്പന്നമാണ് നമ്മൾ. ആ ഉൽപ്പന്നമായി നമ്മൾ ഇങ്ങനെ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം അച്ഛനും അമ്മയും ഈ അധ്യാപകരും ഈ നാട്ടിലെ മറ്റു മനുഷ്യരാ. നിങ്ങൾ ഈ എന്താണ് അഡൽട്ട് എന്ന് നമ്മൾ പറയാവുന്ന ആൾക്കാർ മുഴുവനും ഉത്തരവാദികളാണ്. ഉം. അല്ലാതെ ഇപ്പൊ കുട്ടികളെ എങ്ങനെ നമ്മളത് പറയും? ശരി, മനസ്സിലായി. ആ. ഇപ്പൊ ഇതുപോലെ ഒരാൾ വരികയാണ്, ഒരു ജെൻസി ഒരു കിഡ് ഒരു സാറിന്റെ അടുത്ത് വരികയാണ്, വന്നിട്ട് പറയുന്നു ഞാൻ പൊളിറ്റിക്കലാണ്, എനിക്ക് താല്പര്യം ഇല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ തിരുത്തുമായിരിക്കും അയാളെ? പറഞ്ഞു മനസ്സിലാക്കുക. ഞാനിപ്പോ ജനാധിപത്യം എന്താണെന്ന് ഞാൻ ആദ്യം അയാളോട് പറയും. വോട്ടിങ്ങിന്റെ ഒരു എങ്ങനെയാണ് അധികാരം കേന്ദ്രീകൃതമായിട്ടിരുന്ന അധികാരമാണ് രാജാവിനുണ്ടായിരുന്നത്. ആ രാജാവിന്റെ അധികാരം ഒരു വോട്ടായി എല്ലാവർക്കും കൊടുത്തതാണ്. ആ വോട്ട് കിട്ടിയത് 1950 അറിയേണ്ടതുണ്ട്. അതിനു മുമ്പ് ഇന്ത്യയിൽ വോട്ടിംഗ് ഇല്ല. അതിന് മുമ്പ് ഉണ്ടായിരുന്ന ചെറിയ ചെറിയ പോക്കറ്റുകളിൽ ചില രാജാവിന്റെ സഭകളിലേക്ക് ചില തെരഞ്ഞെടുപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഈ പറയുന്ന നിലവാരത്തിലുള്ള ജനാധിപത്യ സംസ്കാരമുള്ള ഒരു വോട്ടവേ അല്ല. ടാക്സ് കൂടുതൽ കൊടുക്കുന്നവർക്ക് 2-3 വോട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ വോട്ടുകളായിരുന്നു. അപ്പൊ അതൊക്കെ വേറെ തരംതിരിവിൻ്റെതായ യുക്തികളായിരുന്നു. അങ്ങനല്ലാത്ത ഈ നിലവാരത്തിലൊരു ജനാധിപത്യ വ്യവസ്ഥിതി നമ്മൾ ഭരണഘടനാപരമായി ഉണ്ടായതിനു ശേഷം ഉണ്ടായ ആളുകളോട് ഇത് പഠിപ്പിക്കുക എന്ന് പറയുന്ന പണി ഒരു കാലത്ത് നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ സ്കൂളുകളിലും കോളേജുകളിലാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ ആവശ്യം എന്തായിരുന്നു? ബ്രിട്ടീഷുകാർക്ക് എല്ലാവരും കൂടി ഇവിടെ വന്നാലും ഇന്ത്യ ഭരിക്കാൻ എളുപ്പമല്ല. അപ്പൊ ഇന്ത്യക്കാരെ കുറച്ച് പേരെ അവരുടെ ഉദ്യോഗസ്ഥരായിട്ട് ആവശ്യമുണ്ട്. അവർക്ക് കുറച്ച് ഗുമസ്തന്മാരെ ആവശ്യമുണ്ട്. കുറച്ച് ജോലിക്കാരെ ആവശ്യമുണ്ട്. അത്രയും പേരെ ഉണ്ടാക്കാനായിട്ട് വേണ്ടി അവരുണ്ടാക്കിയ സ്കൂൾ സിസ്റ്റമാണ്. അല്ലാതെ പൗരബോധം ഉണ്ടാകുന്ന ഒന്നും അവർ പഠിപ്പിച്ചിട്ടില്ല. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഫാക്ടറിയിലെ തൊഴിലാളികളെ ആവശ്യമുണ്ട് അവർക്ക്. ഉദ്യോഗസ്ഥരായിട്ട് അവർക്ക് പകരം ഭരിക്കാനായിട്ട് വേണ്ടി അവരുടെ വടിയാകാൻ വേണ്ടിയുള്ള പോലീസുകാരാകുക, അവരുടെ വടിയാകാൻ വേണ്ടിയുള്ള പട്ടാളക്കാരാകുക ആയിട്ടുള്ളവർ മാത്രമാണ് അവർ എടുക്കുന്നത്. അതുകൊണ്ടാണ് പരീക്ഷയൊക്കെ ഇട്ടത്. എന്തിനാണ് പരീക്ഷകളൊക്കെ വെക്കുന്നത്? പഠിക്കുന്നവരിൽ കുറച്ച് പേരെ മതി അവർക്ക്, എല്ലാവരും വേണ്ട. അല്ല, ഇപ്പൊ പറഞ്ഞു വരുന്നത് ബ്രിട്ടീഷുകാർ പോയെടുത്ത് നിന്ന് ഇതുവരെ പോയിട്ടില്ല. ബ്രിട്ടീഷുകാർ ഇതുവരെ പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളല്ല, ഇയാൾ പഠിച്ച് ഇയാൾ ജോലിക്കല്ലയോ പഠിച്ചിട്ടുള്ളേ? പൗരബോധത്തിന് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചെടുത്തത് ഇയാളെ പൗരബോധം പഠിപ്പിക്കുന്നുണ്ടോ? ഞാൻ ചുറ്റുപാടിൽ നിന്ന് പഠിച്ചതാണ്. അതാണ് ചുറ്റുപാടുന്നാ പഠിച്ചിട്ടുള്ളേ. ആ ചുറ്റുപാട് എന്നുള്ളത് ഓരോ വർഷം കഴിയും തോറും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റേത് സ്വാതന്ത്ര്യ സമരത്തിനോട് ബന്ധപ്പെട്ട് ആളുകൾ സ്വാഭാവികമായി രാഷ്ട്രീയക്കാരായി മാറുകയും സമരങ്ങൾ ഉണ്ടാവുകയും ബ്രിട്ടീഷ് വിരുദ്ധത കൊണ്ടുണ്ടായ അവരെല്ലാവരും ഐക്യപ്പെട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തവരുടെ ഒരു ലോകത്തായിരുന്നു. ഇപ്പൊ ഞാൻ ജനിച്ചത് സ്വതന്ത്ര ഇന്ത്യയിലാണ്. എൻ്റെ ചേട്ടന്മാരെല്ലാം രാജഭരണത്തിന്റെ കീഴിലാണ്. അപ്പൊ അങ്ങനെ വന്ന ഒരു സ്ഥലത്ത് ജനിച്ച ഒരു പൗരനായി ജനിച്ചു പോയ ഒരാളാണ് ഞാൻ. പക്ഷെ എൻ്റെ വീട്ടിനകത്ത് രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല, അവരത് പഠിപ്പിച്ചിട്ടില്ല. അവരെല്ലാവരും ചെയ്തിട്ടുള്ളത് പരീക്ഷയ്ക്ക് മാർക്ക് മേടിച്ചിട്ട് ജോലിക്ക് പഠിക്കുക ചെയ്തത്. ഞാൻ ഈ സ്കൂളിലും കോളേജിലും ഒക്കെ ചെല്ലുന്ന സമയത്ത് അവിടെ അന്യഥ അതുവരെ ഉണ്ടായിരുന്ന സമരങ്ങളിലൂടെ കടന്നു വന്ന ആൾക്കാരുടെ വരികളൊക്കെ അന്ന് കുറച്ചുകൂടെ കേൾക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ അതൊക്കെയായിരുന്നു നമ്മൾ കേട്ടത്. കാരണം കൊണ്ട് അതിനകത്ത് ആകൃഷ്ടരായി പഠിച്ചു പോയ കുറച്ച് രാഷ്ട്രീയ ബോധം ഉണ്ടായിപ്പോയി എന്നുള്ളതല്ലാതെ നമ്മളെ രൂപപ്പെടുത്തുന്നതിനകത്തില്ല. നമ്മുടെ കരിക്കുലത്തിലേക്ക് രാഷ്ട്രീയം വന്നിട്ടില്ല. ഇന്നും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലിക്കാരായിട്ട് ഞാൻ അതുകൊണ്ടായിരുന്നു പണ്ട് 7ാം ക്ലാസ്സിന് പ്രാധാന്യം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ തരയിലുള്ള ഫസ്റ്റ് ഗുമസ്തന്മാരെന്ന് നമ്മൾ പറയുന്നവരുടെ ലോകത്താണ്. അതിൻ്റെയും കൂടെ മുകളിലായിട്ട് ഒരു ക്ലറിക്കൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഉയർന്ന ഇതിനകത്ത് 10ാം ക്ലാസ്സിനകത്ത് പോകണം. അതുകൊണ്ട് 10ാം ക്ലാസ്സിന് ഭയങ്കര പ്രാധാന്യം, ഇന്നും പ്രാധാന്യമാണ്. എന്തുവാന്ന് ചോദിച്ചാൽ ആർക്കും അറിഞ്ഞൂടാ. ഈ ജോലി കിട്ടാൻ ആദ്യത്തെ പടി എന്നുള്ള നിലവാരത്തിലായിരുന്നു. പഠിക്കുന്ന ജോലി കിട്ടാനാണെന്നുള്ളതിന് സംശയരഹിതമായി അറിയുന്നവരല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ BAക്കും BSCയും പഠിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരാകാം. പക്ഷെ അവരുടെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായി മാറണമെന്നുണ്ടെങ്കിൽ പരീക്ഷ ഇവിടെ എഴുതിയാൽ പോരാ, ഇംഗ്ലണ്ടിൽ എഴുതണം. IAS, IFS, IPS ഇതെല്ലാം ഇംഗ്ലണ്ടിലായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആകെ പറ്റിയത് ആ ഇംഗ്ലണ്ടിലുള്ള പരീക്ഷ ഇങ്ങോട്ട് മാറ്റി എന്നുള്ളത് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്.
പഠിച്ചത് മുഴുവൻ അങ്ങനെ തന്നെ പഠിച്ചോണ്ടിരിക്കുക. അല്ല, ഈ ലോകത്ത് എല്ലായിടത്തും ആളുകൾ പഠിക്കുന്നത് അങ്ങനല്ല. ജോലിക്ക്, നല്ലൊരു അതാണ് ജോലിക്കോ. വിദ്യാഭ്യാസമൊക്കെ ലോകത്തൊക്കെ എത്രയോ മാറിപ്പോയി. ഓക്കെ. നമുക്ക് ഇതുവരെ മാറ്റിയിട്ടില്ല. നമ്മൾ ഈ കറുത്ത കുടയും പിടിച്ച് നടക്കുന്നവരെ പോലെയാണ്. ഇംഗ്ലീഷുകാർ കറുത്ത കുട പിടിച്ചിരുന്നു. അതുകൊണ്ട് നമ്മളും കറുത്ത കുട പിടിക്കുന്നു. പലതരത്തിലെ കുടയൊക്കെ ഇപ്പം പല നിറമുള്ള കുടയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴും അത് കുട്ടികൾ പിടിക്കുന്നത് എന്താണെന്നാണ് ഇപ്പോഴും ആളുകൾ വിചാരിക്കുന്നത്. ഇപ്പോഴും ഈ ഇവിടുത്തെ വക്കീലന്മാരെല്ലാം കറുത്ത കോട്ട് വിട്ട് നിൽക്കത്തില്ലേ? വിഗ് വെക്കുന്നില്ലെന്ന് ഒഴിച്ച് ബാക്കി എല്ലാ ഇവിടുത്തെ ജഡ്ജിമാരെല്ലാവരും ഇംഗ്ലണ്ടിൽ നിന്ന് പഠിപ്പിച്ച് തന്നെയല്ലേ ചെയ്യുന്നത്. യുവർ ഓണർ എന്നൊക്കെ അല്ലയോ പറയുന്നത്. ഇയാൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം കിട്ടിയാലും ഇന്ത്യക്കാർ അറിഞ്ഞിട്ടില്ല ഇതുവരെ. 1950 ഭരണഘടന പ്രഖ്യാപിച്ചു. 26-ാം തീയതി പ്രഖ്യാപിച്ചു എന്നാണല്ലോ നമ്മൾ പഠിക്കുന്നത്. 27-ാം തീയതി വില്ലേജ് ഓഫീസിൽ പോയ ഒരാൾക്ക് ഞാൻ ഇന്ത്യൻ പൗരനാണെന്ന് തോന്നിയിട്ടുണ്ടോ? അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന് ഈ വന്നിരിക്കുന്ന ആൾ ഇന്നലെ വന്ന ആൾ പ്രജയായിരുന്നു, ഇന്ന് വന്നത് പൗരനാണ് എന്ന് അറിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ അറിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും കോടതിയിൽ അറിഞ്ഞിട്ടുണ്ടോ ഇവര് ഇന്ന് പൗരരാണ് ഇന്നലെ പ്രജയായിരുന്നു എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ജഡ്ജി ഉണ്ടായിട്ടുണ്ടോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അറിഞ്ഞ ഏതെങ്കിലും ജഡ്ജി ലോകത്തുണ്ടോ? അല്ല, മാറിക്കൊണ്ടിരിക്കുകയല്ലേ. കാരണം മാറിക്കൊണ്ടിരിക്കുന്നതല്ലോ. ഇത് ഭരണഘടനാപരമായി അവകാശം കിട്ടിയവരല്ലേ. അപ്പൊ മാറിക്കൊണ്ടിരുന്നാൽ മതി. കുറേശ്ശെ അവകാശം കിട്ടുമോ? ഇന്നലെ 1/4 ഇഞ്ച് അവകാശം, അതിനുശേഷം 1/2 ഇഞ്ച് അവകാശം എന്ന് പറഞ്ഞാൽ അവകാശം ഉണ്ടോ? അല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ മുന്നേയൊക്കെ നമ്മളൊരു സർക്കാർ ഓഫീസിലൊക്കെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇയാളെ എപ്പോഴാണ് തനിക്ക് സ്വാതന്ത്ര്യമുള്ള രാജ്യമാണെന്ന് നമ്മൾ ഈ 1950 ശേഷം ഉണ്ടായ ആള്, ജനിച്ചവരുടെ കാര്യമല്ലേ ഞാൻ പറയുന്നത്. 10, 25, 30 വയസ്സായ ആൾക്കാര് തലേതൊരു ഓഫീസിൽ പോയിട്ടില്ലേ? അത് ബ്രിട്ടീഷുകാരുടെ ഓഫീസല്ലായിരുന്നോ? ഇത് ഇന്ത്യക്കാരുടെ ഓഫീസാണെന്ന് അനുഭവിച്ച ആരാണെന്നാണ് ഞാൻ എൻ്റെ ചോദ്യം. അങ്ങനെ സംഭവം നടന്നിട്ടില്ല. ഇന്ത്യയിൽ ആരും അറിഞ്ഞിട്ടില്ല ഇതുവരെ അറിഞ്ഞിട്ടില്ല. അന്ന് തൊട്ട് അപേക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോഴും നമ്മളത് എഴുതി കൊടുക്കൊണ്ടിരിക്കുന്നേ. താഴ്മയായി കീഴ്മയായിട്ട് അവകാശമുള്ളവരായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇയാൾ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ ആ കിടക്കുന്ന കസേരയിൽ ഇരിക്കാൻ അവകാശം ഉണ്ടെന്ന് ഇയാൾക്ക് തോന്നാറുണ്ടോ? അവിടുത്തെ പോലീസുകാരൻ ഇരിക്ക് എന്ന് പറയാതെ ഇരുന്നിട്ടുണ്ടോ? ഈ അടുത്തൊന്നും പോലീസ് സ്റ്റേഷനിൽ പക്ഷെ ഇപ്പോഴും ഒരു ഓഫീസിൽ പോയാലത്തെ സ്ഥിതിയാ ഞാൻ ഈ പറയുന്നത്. കസേര നീക്കിയിട്ട് ഇരിക്കാൻ ഇന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ലാത്ത ഓഫീസുകളാണ്. ഇന്ത്യക്കാരറിഞ്ഞിട്ടില്ല, ഇന്ത്യക്കാരുണ്ടായിട്ടില്ല. കുറച്ച് ബ്രിട്ടീഷ് വിരുദ്ധരായ മനുഷ്യരുണ്ടായിരുന്നു. അവർ പറഞ്ഞത് കുറച്ച് കാര്യങ്ങൾ ആ കാലത്ത് കേട്ടായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും വീണ്ടും ജോലിക്കാരായിട്ട് മാറാനായിട്ട് നമ്മൾ എപ്പോഴെങ്കിലും, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എപ്പോഴെങ്കിലും പൗരബോധമുള്ള മനുഷ്യരാകുന്നതിന് ഏതെങ്കിലും ക്ലാസ്സിൽ ഏതെങ്കിലും അധ്യാപകർ, അച്ഛനും അമ്മയൊക്കെ ആരെങ്കിലും രാഷ്ട്രീയക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മക്കൾ രാഷ്ട്രീയക്കാരാകും, ഡോക്ടർമാരുടെ മക്കൾ ഡോക്ടർമാരാകും, വക്കീലന്മാരുടെ മക്കൾ വക്കീലന്മാരാകും, ജഡ്ജിമാരുടെ മക്കളെല്ലാം ജഡ്ജിമാരാകും. ഇങ്ങനല്ലാതെ ഇവിടെ ആരെങ്കിലും നമ്മൾ അല്ലാതെ അനുഭവിക്കുന്നുണ്ടോ? അറിയാതെ ചെന്ന് പെട്ടുപോകുന്ന ചില സ്ഥലങ്ങളേ ഉള്ളു. സ്കൂളിലൊക്കെ ഇങ്ങനെ എന്താണ്, രാഷ്ട്രീയ പാർട്ടികളുടെ പോഷക സംഘടന, അങ്ങനെ അതിന് വാക്കൊക്കെ, അല്ലാതെ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്നതല്ല. നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പോഷക സംഘടനകളായിട്ടുള്ള കുറച്ച് സംഘടനകൾ സ്കൂളിലുണ്ടാകാം, ഏതെങ്കിലും ഓഫീസിനകത്ത് ട്രേഡ് യൂണിയനായിട്ട് ഉണ്ടാകാം. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന കാരണം കൊണ്ട് കുറച്ചുണ്ടായി പോയ രാഷ്ട്രീയ അവബോധമാണ് അത്. നമുക്ക് ചില ആനുകൂല്യങ്ങൾ കിട്ടുന്നത് നഷ്ടപ്പെട്ടു പോയി, ശമ്പള വർധന ഉണ്ടാകുന്നില്ലെന്ന് പറയുന്ന സമരം ചെയ്യുന്നതിനുള്ള ഒരു സംഘടന എന്നുള്ളത് കവിഞ്ഞ് രാഷ്ട്രീയ അവബോധമുള്ള ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. നീ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി, എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കുറച്ച് പണ്ടൊക്കെ ഒരു സ്റ്റഡി ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. കാരണം ഈ ജനാധിപത്യം വന്നപ്പോൾ, ഭരണഘടന വന്നപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അറിഞ്ഞുകൂടാ എന്ത് ചെയ്യണം. അതുവരെ ഈ രാജാവിനെതിരെ സമരം ചെയ്യുന്നതും കൊളോണിയൽ രാജാക്കന്മാർക്കെതിരെ സമരം ചെയ്യുന്നതിന് വേണ്ടി എല്ലാം തയ്യാറെടുത്തിരുന്ന ഒരു കേഡർ പാർട്ടി എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഈ ഭരണഘടന വന്നപ്പോൾ പെട്ടെന്ന് ഈ എതിരാളി ആരാന്ന് അറിഞ്ഞുകൂടാതായി പോയില്ലേ. അത് അത് കഴിഞ്ഞ് പിന്നെ ഭരണകൂടം എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ നിന്നിരുന്നത്. പക്ഷേ ഈ സമരം അത് പഴയതുപോലെ ചെയ്യാൻ ഒക്കത്തില്ല. അപ്പുറത്ത് അങ്ങനത്തെ ഒരു ശത്രു ഇല്ല. ഇത് ഭയങ്കര കൺഫ്യൂഷനാണ്. അത് കാരണം കൊണ്ടാണ് പിന്നെ ഇലക്ഷൻ നിൽക്കാൻ തീരുമാനിച്ചത്. പക്ഷെ ആദ്യകാലത്തൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ ഇലക്ഷൻ നിന്നിരുന്നത് എങ്ങനെയായിരുന്നു? ജനങ്ങൾക്ക് രാഷ്ട്രീയപരമായ ചില കാര്യങ്ങൾ പറയുന്നതിന് ഇത് ഉപയോഗിക്കാം, തന്ത്രപരമായി. അല്ലാതെ അവരെ ജനാധിപത്യത്തിൽ വിശ്വാസമില്ല എന്നായിരുന്നു അന്ന് നിലപാടെടുത്തിരുന്നത്. തന്ത്രപരമായി ഇതിനകത്ത് പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു.
എന്നിട്ട് പാർലമെന്ററി വ്യാമോഹത്തിൽ പെടാതിരിക്കാനായിട്ട് MLA-മാരെയും MP-മാരെയും ട്രെയിനിങ് കൊടുക്കുമായിരുന്നു. ഇതൊക്കെ ചെയ്തിരുന്നവരാ. അപ്പൊ അതും കഴിഞ്ഞപ്പോ അവർക്ക് ആ കാര്യം പോയി. ഇപ്പൊ എല്ലാവരും ഭരണഘടനാപരമായിട്ടുള്ള തരത്തിൽ ഇലക്ഷൻ നിൽക്കുന്നു എന്നുള്ളതല്ലാതെ രഹസ്യമായിട്ട് വിപ്ലവത്തിന് ആലോചിക്കുന്നുണ്ടോ അവരാരെങ്കിലും? അങ്ങനെ ആലോചിക്കുന്നവരെ ഓടിച്ചിട്ട് വെടിവെക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിനകത്ത് ഒരു രാഷ്ട്രീയവും പഠിക്കാതെ പണ്ട് ബ്രിട്ടീഷുകാർക്ക് പകരം വടക്കേ ഇന്ത്യയിലെ കുറച്ച് മുതലാളിമാര് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായത്. ഭരണഘടനയുണ്ട്, അതിനകത്തുണ്ടായിരുന്ന എല്ലാ സാധനവും ചോർത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും. പുതിയ നിയമം കൊണ്ടുവന്ന് ഭരണഘടനയ്ക്ക് ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാം ഇന്ത്യൻ പൗരന്മാരായി സ്വാതന്ത്ര്യമുള്ളവരായി മാറുന്നത്. ഇതിപ്പോ അതെല്ലാം പോയി. ചാപ്പാടുണ്ടാക്കി കൊടുക്കുന്ന പണിയാണ് ഇന്ന് തെക്കേ ഇന്ത്യക്കാരൻ്റെ പണി. കാശടയ്ക്കുക, അവന്മാർ അതെല്ലാം ബാങ്കിൽ കൂടെ അങ്ങോട്ട് എടുക്കുക, നമുക്കിട്ട് തരാതിരിക്കുക. നമ്മൾ 1 രൂപ കൊടുത്താൽ 60 പൈസ തരും തിരിച്ച്. UP-കാരന് 1 രൂപ കൊടുത്താൽ 3 രൂപ അങ്ങോട്ട് കൊടുക്കും. ഇതൊന്നും ഒരു നിയമവുമില്ല. എന്തെല്ലാം തരത്തിലുള്ള പുതിയ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള, നമ്മൾ ജനക്ഷേമകരമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്ത് ജീവിത നിലവാരം ഉയർത്തത് നമ്മളെ കുറ്റമായി മാറിയിരിക്കുന്നിടത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. എന്നുവെച്ചാൽ പോപ്പുലേഷൻ കൂടാതെ നോക്കിയത്, ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് മുഴുവൻ നമ്മൾ ഇന്ന് വില കൊടുത്തുകൊണ്ടിരിക്കുക. ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത്, ഇന്ന് നിലനിൽക്കുന്ന ഭരണഘടനയ്ക്കകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ടുള്ള അവകാശങ്ങൾ അനുസരിച്ചിട്ടുള്ള ഒന്നും തന്നെ നടക്കുന്നില്ല. കേന്ദ്രം എന്ന് പറയുന്നത് കേന്ദ്രമൊന്നും അല്ലടൂ, യൂണിയൻ ഗവൺമെന്റ് ആണ്. ഫെഡറൽ സ്റ്റേറ്റുകളാകേണ്ടതുണ്ട്, ഫെഡറൽ സ്റ്റേറ്റ് അല്ല. ഒരു രാജ്യത്തിന് ഞാൻ ബ്രിട്ടീഷ് രാജാവിന് പകരം എന്താണ് ഇന്ത്യൻ രാജാക്കന്മാർ കുറച്ച് പേര് ഭരിക്കുന്നു എന്നുള്ളതാണ്, തെരഞ്ഞെടുത്ത രാജാക്കന്മാരുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പരാജയം. അതുകൊണ്ടാണ് ഈ കയറി ഭരിക്കുന്നത്. അതേ കസേരയിലല്ലേ ഇരിക്കുന്നേ, രാജാവിന്റെ കസേരയിലല്ലേ ഒരു പോയിരിക്കുന്നേ. രാജാവിന്റെ കൊട്ടാരത്തിലല്ലേ ഇവിടുത്തെ രണ്ടുപേരും താമസിക്കുന്നേ. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും രണ്ടുപേരും കൊട്ടാരത്തിലല്ലേ താമസിക്കുന്നേ. പിന്നെ എന്തിനാടാ പാവം പിടിച്ച രാജാക്കന്മാരെയൊക്കെ മാറ്റിയേ? അതുകൊണ്ടാണ് ഭരണം മാറേണ്ടതുണ്ട്, ഭരണമല്ല വേണ്ടതെന്ന് അറിയേണ്ടതുണ്ട്. ജനാധിപത്യത്തിനകത്ത് ക്രമീകരണമെന്നും സേവനമെന്നും മാറേണ്ടതുണ്ട്. നമ്മൾ രണ്ടുപേരും ഇരിക്കുന്ന പോലെ കസേരയിൽ ഇരിക്കാനാണ് ഈ തരത്തിൽ കസേര ഇരിക്കുക. അല്ല ഞാൻ വരുമ്പോൾ ഈ കസേരയിൽ ഒരു തുണി ഇട്ടെങ്കിൽ ഇത് സ്പെഷ്യൽ ആക്കുന്ന പണി ചെയ്യരുതെന്നുള്ളത് അറിയണ്ടേ? വലിയ കസേരയിലും വലിയ മുറിയിലും വലിയ മേശയുടെ പുറകിലും ഇരുന്ന് ജനാധിപത്യപരമായി പെരുമാറാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ആ തരത്തിലൊക്കെ അഹങ്കാരത്തോടവന്മാരെല്ലാം പെരുമാറും. പോലീസ് സ്റ്റേഷനകത്തിരിക്കുന്ന മേലുകീഴിരിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് താഴെ ഇരിക്കുന്ന ആളിനോട് മര്യാദക്ക് എങ്ങനെ പെരുമാറാൻ പറ്റും? അതുകൊണ്ട് ഇതൊക്കെ അഴിച്ചു പണിയേണ്ടത് പറ്റും. അപ്പൊ ഇത് അഴിച്ചു പണിയുന്നതിനെ പറ്റിയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഞാൻ ഈ ജനാധിപത്യത്തിനെ പറ്റി എന്താണെന്ന് ഈ വരുന്ന മാസം തൊട്ട് കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ഞാൻ പോകുന്നുണ്ട്. ഒരു പഞ്ചായത്തിൽ ഒരു ദിവസം എന്നാണ് ഇപ്പൊ ഇയാളുടെ അടുത്ത് പറയുന്ന വിഷയം. സൂക്ഷ്മമായിട്ട് ബദല്, പകരം. ഇയാൾ ചോദിച്ചില്ലേ ഒരു സിസ്റ്റം വേണ്ടേ? ജനാധിപത്യ സിസ്റ്റം ഉണ്ടാക്കണ്ടോ? അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കണ്ടോ? ഇതിനകത്ത് ഇത് ഇങ്ങനെ ചെയ്തിട്ടൊന്നും ആകാനൊക്കത്തില്ല. ഇയാളെ മാറ്റി ഞാനവിടെ കയറിയിരുന്നാലൊന്നും ജനാധിപത്യം ആകത്തില്ല. തനിക്കും എനിക്കും ഒരു വടി, വാള്, തോക്ക് ഇത് തന്നിട്ട് അയലത്തുകാരനെ സ്നേഹിക്കാൻ ഇത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. ഇത്രയാണ് ഈ നിൽക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഭരിക്കാനുണ്ടാക്കിയത്. അത് വെച്ച് ജനാധിപത്യം വർക്ക് ചെയ്യത്തില്ല. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. മേല് കീഴ് താൻ ചെന്നാൽ ഓച്ചാനിച്ച് നിൽക്കുകയോ അപേക്ഷ എഴുതി കൊടുക്കേണ്ട ഒരു സ്ഥലത്ത് ആരെ മാറ്റിയിരുത്തിയാലും അങ്ങനെ തന്നെ ഉള്ളൂ. താൻ വെടിവെച്ചാലും ഞാൻ വെടിവെച്ചാലും അപ്പുറത്തിരിക്കുന്ന ചത്തുപോകത്തില്ലേ? അല്ല, നല്ല വെടിയും ചീത്ത വെടിയും ഉണ്ടോ? ജനാധിപത്യപരമായ വെടിയുണ്ടോ? ഇല്ല. ഇത്രയും മനസ്സിലായാൽ മതി. ഇപ്പൊ പറഞ്ഞപ്പോ പോലീസിലായാലും അവിടെ റാങ്കുകൾ ഉണ്ടെന്ന് പറയുന്നത്, പോലീസിലായാലും അവിടെ റാങ്കുകളുണ്ട്. ആ സിസ്റ്റത്തിന്റെ ബേസ് ചെയ്ത റാങ്കുകളുണ്ട്. ഇപ്പോൾ ഉയർന്ന എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും ഹയർ പൊസിഷനിലേക്ക് പോവുക എന്നുള്ളത്. അത് ഇപ്പൊ ഞാൻ അവർക്ക് ശമ്പളം കൂടിയാൽ മതി, ഒരു പൊസിഷനും മേപ്പോട്ട് പോകണ്ട. അല്ല, ഒരാള് ഇത്ര വർഷം സേവനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അയാൾക്ക് ഇത് കൊടുത്താൽ മതി. IAS ഒക്കെ എഴുതിയെടുക്കുന്ന ആളുകളോട് ഒരു കാര്യമല്ല, IAS ഒന്നും വേണ്ട. അല്ല, അവര് ജനങ്ങളിടയിൽ ജനാധിപത്യപരം, ഞാൻ പറഞ്ഞല്ലേ, നമ്മളെ ഭരിക്കാനായിട്ട് ആരും പഠിക്കണ്ട. പഠിച്ച്
വന്നിട്ട് അതെന്ത് ചെയ്യണമെന്ന് അറിയുന്ന തരത്തിലാണ്. അല്ലാതെ ഈ IAS എന്നൊക്കെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉണ്ടായതാണത്. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ കൊണ്ട് ഭരിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച സാധനമാണ്. അതിപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. കളക്ടറൊക്കെ എന്തിനാണ്? നമ്മള് പഞ്ചായത്ത് ഉണ്ടാക്കിയതാണല്ലോ. ആ പഞ്ചായത്തിന് പകരം ഇതിന് പകരം ഉണ്ടാക്കിയതാണ്. ഏതിനു പകരം? വില്ലേജ് ഓഫീസ്, തഹസീൽദാരുടെ ഓഫീസ്, കളക്ടറേറ്റ്. ഈ 3 പകരമാണ് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഉണ്ടാക്കിയത്. പിന്നെ എങ്ങനെ കളക്ടറൊക്കെ അവിടെ ഇരിക്കുന്നത്? ഇതാണോ ഈ ഇനി ഇലക്ഷൻ നടന്നില്ല എന്ന് വെച്ചോ, ഭരണം നടക്കുവോ? അതാണ് എനിക്ക് കൺഫ്യൂഷൻ. അത് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് ഇതുകൊണ്ട് ഇയാൾ രാഷ്ട്രീയക്കാരനാണെന്ന് പറഞ്ഞല്ലോ. അല്ല, ഞാൻ ഒരു സിസ്റ്റം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്നു. അല്ല, സിസ്റ്റത്തിന്റെ കാര്യം. എന്ത് സിസ്റ്റം എന്നാണ് ഇയാൾ പറയേണ്ടത്? സിസ്റ്റം എന്ന് എന്നോട് പറയാതെ. ഇത് ഹെയറാർക്കിക്കൽ സിസ്റ്റമാണ്, രാജാവിന്റെ സിസ്റ്റമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം ജനാധിപത്യത്തിൽ തെരഞ്ഞെടുത്ത സ്ഥാപനങ്ങൾ അവിടെ ഇരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തിൽ ഇയാൾ എന്തെങ്കിലും പോകേണ്ടി വന്നിട്ടുണ്ടോ? എന്താ അത് ചെയ്യുന്നതെന്ന് ഇയാൾ അറിഞ്ഞിട്ടുണ്ടോ? അതോടെ നോക്കുകുത്തിയായിട്ട് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ കഴുതകളായിട്ട് IAS-കാരന്മാരെ കൊണ്ട് ഇതിനും കൂടെ വെച്ചിട്ടായി ഭരിച്ചോണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഗവർണർ നേരിട്ട് വിളിച്ച് ഇവന്മാരെല്ലാം ഭരിക്കാൻ പറ്റുന്നത്. സമാന്തര ഭരണമാണ്. ഇലക്ഷൻ നടക്കേണ്ട കാര്യമില്ല. നഷ്ടക്കച്ചവടമാണ് ഈ ഇലക്ഷൻ. ഇല്ലാതെ പിന്നെ എങ്ങനെ? വേണ്ട. ഇലക്ഷൻ 15 കൊല്ലം നടന്നില്ല, 20 കൊല്ലം നടന്നില്ലെങ്കിലും ഭരണം നടക്കും. കാരണം അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണം. അതാണ് ഉദ്യോഗസ്ഥ ഭരണം എന്ന് പറയുന്നത്. ഉദ്യോഗസ്ഥ ഭരണം ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാ, രാജകുമാരുണ്ടാക്കിയതാണ്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഈ 5 കൊല്ലം കൂടുന്നവന്മാരല്ല ഈ ഭരിക്കുന്നത്. അവന്മാരോടെ പോയിട്ട് ഇങ്ങനെ ബഹളം വെക്കുന്നു എന്നുള്ളതേ ഉള്ളു. കുറെ നിയമമൊക്കെ അവിടെ ഇരുന്ന് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും കുസി പിടിച്ചിട്ട് കുറെ നിയമമൊക്കെ ഉണ്ടാക്കും. അതെങ്ങനെ താഴോട്ട് വരത്തില്ല. അതൊക്കെ സെക്രട്ടറിമാരിങ്ങനെ അതിന് കൊറിയിട്ട് അവിടെ വയ്ക്കും. അവിടെ ഇരിക്കും, കോൾഡ് സ്റ്റോറേജിലിരിക്കും. അത് ഇവിടുത്തെ IAS ഉദ്യോഗസ്ഥന്മാരിരുന്ന് സംസാരിക്കുമ്പോൾ നോക്കിയാൽ മതി. കൊള്ളാവുന്ന IAS ഉദ്യോഗസ്ഥന്മാർ പറയുന്നുണ്ട്, ഞങ്ങൾ സ്ഥിരമായിട്ടുള്ളവരാണ്, വല്ലപ്പോഴും വരുന്നവരാണ് മറ്റവരെന്നാ പറയുന്നത്. ഇയാൾക്ക് ശ്രദ്ധിച്ചാൽ മതി. ഇവിടുത്തെ നിന്ന് കൊള്ളാവുന്ന ഒരു കളക്ടറാണെന്ന് പറയുന്നതിന്റെ വരിക്കകത്തുള്ളതാണ്. സ്ഥിരമായത് ഞങ്ങളാണ്, വല്ലപ്പോഴും വരുന്നവരാണ് രാഷ്ട്രീയക്കാരെന്നാ പറഞ്ഞത്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. തെരഞ്ഞെടുക്കപ്പെടാത്ത ഒരൊറ്റ ഉദ്യോഗസ്ഥൻ ജനാധിപത്യത്തിൽ ഉണ്ടായിക്കൂടാ. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുക തന്നെ വേണം. അയാള് കളക്ടർ ആകുന്നു എന്ന് പറഞ്ഞാൽ അയാൾ എലക്ട് ചെയ്യപ്പെടണം, അക്കൗണ്ടബിൾ ആകണം. അപ്പൊ ഈ IAS എക്സാം ഒക്കെ ഇല്ലാതെ ഒരു കാര്യമില്ല. IAS ഒക്കെ പഠിച്ചിട്ട് വേണം അയാൾ അവിടെ ഇരിക്കേണ്ടത്. അതിന്റെ അവിടെ ഇതിന് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത് പാസ്സാകണം. ഡോക്ടർ ആകണമെന്നുണ്ടെങ്കിൽ അത് പാസ്സാകണം. പക്ഷെ എലക്ട് ചെയ്യപ്പെടണം. അതിനുശേഷം പിന്നീട് എലക്ട് ചെയ്യപ്പെടണം. അത് വേറെ കാര്യമാണ്. അത് അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ചുമ്മാതെ ആളുകളങ്ങ് ജനാധിപത്യപരമായി പെരുമാറുമെന്ന് ഇയാളുടെ വിവരം. അങ്ങനില്ല. ജനസമ്മതരാകേണ്ടതുണ്ട്. ഇനി തെരഞ്ഞെടുപ്പിന് ബുദ്ധിമുട്ട് എന്നുള്ള നിലവാരത്തിൽ നമ്മൾ പറയുന്നു വെച്ചു. അപ്പൊ പിന്നെ അവർ അക്കൗണ്ടബിളാകുന്നത് എങ്ങനെയാണ്? താനൊരു ഓഫീസിൽ ചെല്ലുന്നു, തനിക്കൊരു സേവനം നൽകിയവന് അപ്പൊ തന്നെ ഊബറുകാരന് സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ലേ നമ്മള്? അതുപോലെ സർട്ടിഫിക്കറ്റ് മേടിക്കണം. ഇയാൾ നന്നായിട്ട് എനിക്ക് സേവനം തന്നു. ഇതിന്റെ റേറ്റിംഗ് എത്ര ചെയ്തിരിക്കുന്നു എന്നനുസരിച്ചിട്ട് മാത്രമേ അവന് ഇൻക്രിമെന്റ് കൊടുക്കാവൂ. അപ്പൊ മര്യാദയ്ക്ക് പെരുമാറും. ഇത്തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കാത്ത ഉദ്യോഗസ്ഥ ഭരണത്തിനെ ജനാധിപത്യ ഭരണമാണ് തെറ്റിദ്ധരിക്കാതെ. ബ്രിട്ടീഷുകാർക്ക് ഉണ്ടാക്കിയ സിസ്റ്റമാണത്, അല്ലെങ്കിൽ രാജാക്കന്മാരുണ്ടാക്കിയ സിസ്റ്റമാണ്. അത് അങ്ങനെ തന്നെ തുടർന്നാൽ നമുക്ക് ജനാധിപത്യം ഉണ്ടാക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ തോക്കും വെടിയും വാളും തന്നിട്ട് സ്നേഹിക്കാൻ പറഞ്ഞാൽ നടക്കത്തില്ലെന്നാണ്. അത് നല്ല ആളും ചീത്ത ആളും ആകുന്നതുകൊണ്ടല്ല. ഇയാൾ നല്ല കളക്ടറാണെന്ന് പറഞ്ഞാൽ നല്ല വെടി വയ്ക്കാൻ പറ്റുന്നതാണ് അർത്ഥം. അങ്ങനെ ഇല്ല. നല്ല ഭരണമില്ലെന്നറിയണം. ഭരണമാണ് തെറ്റ്, സേവനവും ക്രമീകരണവുമാണ് വേണ്ടത്. ഇത് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുന്നതാണ് ജനാധിപത്യ പൗരബോധം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ. ഇത് ക്ലാസ് റൂമിൽ പഠിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ എങ്ങനെയാണ് പൗരബോധമുള്ളതും അവകാശമുള്ളവർക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് കളിക്കേണ്ടതുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. പ്രജയും പൗരനും തമ്മിലുള്ള വ്യത്യാസം എന്താ? പ്രജയ്ക്ക് അനുസരണ മാത്രം മതി. കൂറാണ് അവർക്ക് ആവശ്യം. ആരോടാണ് നിങ്ങൾ കൂറുള്ളത് എന്നാ ചോദ്യം. ആ കൂറും അനുസരണയും കടമകളുമാണ് ഉള്ളത് പ്രജയ്ക്ക്. പൗരന് എങ്ങനെയാണ്? അവകാശമുണ്ട്,
പക്ഷെ ഉത്തരവാദിത്വമുണ്ട്, റെസ്പോൺസിബിൾ ആകേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് കടമ വരുന്നത്. ഇതാണ് വ്യത്യാസം. അപ്പൊ പൗരബോധമുള്ള ആൾക്കാരെ ഉണ്ടാക്കുകയും അവരിലൂടെ തെരഞ്ഞെടുക്കപ്പെടേണ്ടതും അക്കൗണ്ടബിൾ ആകുന്ന എല്ലാ സെക്ഷനകത്ത് മേലുകീഴുള്ള സംവിധാനങ്ങളല്ല ഉണ്ടാകേണ്ടത്, സമാന്തര സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടത്. സമാന്തരമായി ഇയാൾ ചെന്നാൽ ഇയാൾ റെസ്പെക്ട് ചെയ്യപ്പെടുന്നത്, ഇയാൾ ഒരു ഓഫീസിലോട്ട് ചെല്ലുന്ന സമയത്ത് താനാണ് അവിടുത്തെ രാജാവ്. ജനങ്ങളാണ് സുപ്രീം എന്നാണ് ജനാധിപത്യത്തിനകത്ത്. അല്ല സുപ്രീം കോടതി ഒക്കെ രാജാവിന്റെ സാധനങ്ങളാണ്. അല്ല സുപ്രീം കോടതി വരെ ഞാൻ പോകുമെന്ന് പറഞ്ഞ ആരോട് പറയുന്ന കാര്യം പറയുന്നത്? എന്ത് സുപ്രീം? വിവരക്കേട് ടൺ കണക്കിന് മേപ്പോട്ട് കയറി പോകുന്നുള്ളതല്ല. എന്താണ് സുപ്രീം കോടതിക്ക് വിവരക്കേടാണ്? വിവരക്കേടില്ല അവർ തന്നെ. അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലേ, എന്താണ് മറ്റവൻ ഈ സിനിമയിൽ അഭിനയിച്ച പോലെയാണ്. അല്ല എങ്ങനെ ജനാധിപത്യത്തിനകത്ത് ഇങ്ങനത്തെ ഒരു കോടതി സാധ്യമല്ലെന്ന് അവന്മാരെന്താ പറയാത്ത ഇതുവരെ? പിന്നെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെയാണ് അത് എന്ത് ചെയ്യും എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിന് സമാന്തര സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം. അത് എന്ത് വേണം എന്നുള്ള കാര്യം ഞാനിത് ഈ പോകുന്ന സമയത്ത് പറയുന്നുണ്ടാവും. അതെല്ലാം കൂടെ ഇപ്പൊ ഈ അടുത്തിരുന്നോട്ട് പറയുന്നത് ഈ നമ്മുടെ ഈ ചർച്ചയ്ക്ക് പറ്റാത്തതുകൊണ്ടാണ്. സമാന്തരമായിട്ടുള്ള സ്ഥാപനങ്ങൾ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന്, അത് സ്കൂള് സമാന്തരമായി ഉണ്ടാക്കേണ്ടതുണ്ട്. ഈ അഡ്മിനിസ്ട്രേഷൻ വില്ലേജ് ഓഫീസിന് നമ്മൾ പഞ്ചായത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ത്രിതല പഞ്ചായത്ത് നമ്മൾ ഉണ്ടാക്കിയേ ഇതിനു വേണ്ടിയാണ്. പക്ഷെ അവിടോട്ട് പോയിട്ടില്ല. ഇത് മറ്റേത് പിരിച്ചുവിടണം, വില്ലേജ് ഓഫീസ് പിരിച്ചുവിടണം, കളക്ടറേറ്റ് പിരിച്ചുവിടണം, തഹസിൽദാരുടെ ഓഫീസ് പിരിച്ചുവിടണം, ഗവർണറെ തിരിച്ച് അവന്റെ അച്ഛന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടണം. അല്ലാതെ അവിടെ പാടില്ല. നമ്മൾ ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ് ഇവിടുത്തെ ഗവൺമെന്റിനെ. അതിനെ പിരിച്ചുവിടാൻ ഒരുത്തൻ മേളി വേണ്ട. സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് അവിടെ ഇരിക്കുന്ന ഗവൺമെന്റ്. കോർഡിനേഷൻ കമ്മിറ്റി മാത്രമാണ് അത്. അല്ല നമ്മുടെ മണ്ടേ ഭരിക്കാനുള്ളവരല്ല അവര്. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജനാധിപത്യത്തിനെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം എന്ന് പോലും അറിഞ്ഞുകൂടാത്തവരാണ് നമ്മളെല്ലാവരും. അപ്പൊ അതിന് പകരം ഉണ്ടാക്കേണ്ട സാധനങ്ങളുണ്ട്. അപ്പം പോലീസ് സ്റ്റേഷന് പകരം ഉണ്ടാകേണ്ടതുണ്ട്. പോലീസിലെ രാജാവിന്റെ കിങ്കരന്മാരാണത്. അതുകൊണ്ടാണ് അവർക്ക് വാളും വെട്ടുവാളും എല്ലാം കൊടുക്കുന്നത്, അടിക്കാനും ഉപദ്രവിക്കാനൊക്കെ. നമ്മളെ നാട്ടില് നമ്മളെ അടിക്കാനായിട്ടും ഈ ആദ്യത്തെ ഇലക്ഷൻ ജയിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തു നിന്ന് ഈ ഇത് വെച്ചിട്ട് ഈ പോലീസിനെ കൊണ്ട് വെടിവെച്ച് അടിച്ച് ഭയങ്കര ഷോക്കായി പോയി. അങ്ങനെ ഷോക്കായി പോയിട്ട് എല്ലാവരും കൂടെ വിമോചന സമരമൊക്കെ ഉണ്ടായത് ആ സമയത്താണ്. അപ്പോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ ഉള്ള സാധാരണക്കാരായ ആൾക്കാർ മുഴുവൻ കുഴഞ്ഞു. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവർ അടിക്കാനായിട്ടും പോലീസിനെ ഉപയോഗിക്കുമെന്നൊന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു ആരും. എന്നിട്ട് അവസാനം ഇവർ മുദ്രാവാക്യം വിളിക്കേണ്ടി വന്നു. എങ്ങനെ വിളിച്ചതെന്നറിയോ? ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലുമ്പോൾ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് ചോദിച്ചായിരുന്നു. ഇത് ഈ ജനാധിപത്യ പ്രശ്നമാണോ ഇത്? പണ്ട് അടി മേടിക്കുന്ന ഭാര്യമാര് പറയും എന്റെ ഭർത്താവ് എന്നെ അടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ്. പക്ഷെ നമ്മൾ ഇന്ന് ഡൊമസ്റ്റിക് വയലൻസിനെ നിയമം ഉണ്ടാക്കിയില്ലേ? അതുപോലെ മാറണ്ട. അങ്ങനെ മാറേണ്ടത്. അല്ലാതെ ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് പറഞ്ഞല്ല അത് പരിഹരിക്കുന്നത്. അങ്ങനെ അല്ലത്. അപ്പോൾ അടിക്കാതെയും തല്ലാതെയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സംവിധാനത്തിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മളെല്ലാവരും കൂടെ ചർച്ച ചെയ്ത് ഉണ്ടാക്കേണ്ട കാര്യങ്ങളാണ്. അത് ചർച്ച ചെയ്യാൻ എനിക്കറിയാം. അത് പറയാനാണ് ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ജൂലൈ 5 തൊട്ട് ഇത് എല്ലാ പഞ്ചായത്തിലും ഒരു ദിവസം പോകുന്നുണ്ട്. അന്ന് ഞാനിത് വിശദമായിട്ട് പറയുന്നുണ്ട്. സ്കൂള് എങ്ങനെ ഉണ്ടാക്കണം, എന്താണ് ഈ പറഞ്ഞ പഞ്ചായത്തുകൾ എങ്ങനെ വർക്ക് ചെയ്യണം, കോടതിക്ക് പകരം എന്തുണ്ടാകണം. ഈ നിലനിൽക്കുന്ന കോടതിയൊന്നും ഒരു ആവശ്യമില്ലാത്ത 8 കോടി എങ്ങാണ്ട് കേസാണ് കെട്ടിക്കിടക്കുന്നത്. ഈ കെട്ടിക്കിടക്കുന്നിടത്ത് അങ്ങനെ അവന്മാരെല്ലാവരുടെ എന്താണ് സമ്മർ വെക്കേഷൻ എന്ന് പറഞ്ഞ് പോകും. അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ കോടതിക്ക് പകരം അതേപോലെ ഈ സകല ഹോസ്പിറ്റലും ഇന്ന് നമുക്ക് അക്സസിബിൾ ആയിരിക്കുന്ന ഹോസ്പിറ്റൽ മുഴുവനും കോർപ്പറേറ്റ് ആൾക്കാർ വന്ന് വാങ്ങിപ്പോവുകയാണ്. അപ്പൊ നമുക്ക് പോയി ചികിത്സിക്കാൻ പറ്റുന്ന കൊച്ചു ആശുപത്രികൾ ഈ പഞ്ചായത്തിന് കീഴിൽ വേണം. ഈ 4 സ്ഥാപനം നമുക്ക് പകരം വേണം. ഇല്ലെങ്കിൽ പോയി. ഞാനൊരു ഇന്റർവ്യൂ ഇപ്പൊ കണ്ടായിരുന്നു റീസെന്റ് ആയിട്ട്. അപ്പൊ അതിനകത്ത് പറഞ്ഞിരുന്ന ടോപ്പിക്ക് ലൈംഗിക തൊഴിലാളികൾക്ക് വേണ്ടിയൊക്കെ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്, അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ വന്നൊരു ചോദ്യമാണ്, ഞാൻ വേറെ തെറ്റായിട്ട് ചോദിക്കുന്നതല്ല. അപ്പോ എന്റെ മൈൻഡിൽ ഇപ്പൊ ഇങ്ങനെ തോന്നിയതാ, ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ ഇന്ന് താങ്കൾക്ക് വളരെ അടുപ്പമുള്ള ഒരു സ്ത്രീ, താങ്കളോട് വളരെ സ്നേഹമുള്ള ഒരു സ്ത്രീ എന്ന് പറയാണ്, നാളെ തൊട്ട് ഞാൻ
സെക്സ് വർക്കർ ആവാൻ തീരുമാനിക്കുകയാണ്, ഞാൻ ആ ജോലിക്ക് ഇറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അവരോട് എന്തായിരിക്കും പറയുക? പിന്തിരിപ്പിക്കാൻ ഞാൻ ചാൻസ് ഒന്നും പറയത്തില്ല. എന്ത് പറയും? ഞാനൊന്നും പറയത്തില്ല. അവര് സ്കൂളിൽ പോകുന്നെന്ന് പറയുന്ന പോലെ തന്നെ ഇത് ദ്രോഹകരമായ അവർക്ക് അടിച്ചമർത്തൽ അനുഭവിക്കാൻ പോകുന്നു. കല്യാണം കഴിക്കാൻ പോകുന്നെന്ന് പറഞ്ഞ് ഇതിനേക്കാളും അപകടകരമായതാണ് ഇത്. ഉം. മറ്റൊന്നില്ലെങ്കിൽ അവർക്ക് ചോയ്സ് എങ്കിലും ഉണ്ട്. പോടാന്ന് പറയാനെങ്കിലും പറ്റും. മറ്റേത് ഭർത്താവിനോട് അതുപോലും പറയാൻ പറ്റത്തില്ല. കല്യാണം കഴിക്കുന്നതിനേക്കാളും അപകടകരമായി ഒന്നും സ്ത്രീകൾക്കില്ല. അതിലും എളുപ്പമാണോ ലൈംഗിക തൊഴിലാളിയായിരിക്കാൻ? ഭയങ്കരമാണ്. പോടാന്ന് പറയാൻ പറ്റും. ഉം. അവര് ലൈംഗിക തൊഴിലാളി സ്ത്രീ പറഞ്ഞതാണ്, സാറേ അവന്റെയൊക്കെ അണ്ടർവെയർ കഴുകി കൊടുക്കാനെങ്കിലും ഞങ്ങള് വേണ്ട, ഞങ്ങൾക്ക് വേണ്ട ആവശ്യമില്ല. ഭാര്യമാർക്ക് അതും കൂടെ ചെയ്യണം. ഉം. വേറെ എന്ത് വ്യത്യാസം? ഇവിടെ കല്യാണം കഴിക്കുന്നത് പോലെ അപകടകരമായി ഒന്നും തന്നെ സ്ത്രീകൾക്കില്ലെന്ന്. ഒരു പരിചയമില്ലാത്തവരത്തിന് അടുത്ത് പോകണ്ടേ? അല്ല ഇപ്പൊ ഇത്രയും പറഞ്ഞപ്പോ എനിക്ക് കേട്ടപ്പോ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല് ആണുങ്ങൾ എല്ലാരും ഭയങ്കര ഡേഞ്ചർ ആണ് എന്നുള്ളൊരു അങ്ങനെ സ്ഥാനം. ആളുകളും ഡേഞ്ചർ ആണെന്ന വിചാരം ലൈംഗിക തൊഴിലാളികൾക്കില്ല. ഉം. ഭാര്യമാർക്കുണ്ട്. ഉം. ആണുങ്ങൾ ഡേഞ്ചർ ആണോ? ഡേഞ്ചർ ആണ്. ആണോ? അങ്ങനെ അല്ലേ അനുഭവമില്ല. അതുകൊണ്ടല്ലേ ഇത്രയും ഡൈവേഴ്സ് കൂടുന്നേ. ഉം. തിരിച്ചറിവുണ്ടായി പോയി. മറ്റേതാണെങ്കിൽ ഡേഞ്ചർ ആയാലും രക്ഷയില്ലായിരുന്നു. കോഴിക്ക് നമ്മള് തീറ്റ കൊടുക്കുന്നത് കോഴിക്ക് വേണ്ടിയാണോ? ഇല്ല. അത് കോഴി ഓടിപ്പോവാറുണ്ടോ? ഇല്ല. പക്ഷെ അപ്പൊ ഓടിപ്പോകാത്ത കാരണം കൊണ്ട് കോഴി മനുഷ്യരെ എല്ലാം സ്നേഹിച്ചിട്ടവിടെ കഴിയുവാണോ? ഞാൻ ചോദിക്കുന്നതല്ല, പക്ഷെ എല്ലാ കേസിലും കോഴി, ആട്, പട്ടി, പശു ഇതെല്ലാം മനുഷ്യരോട് ഒത്ത് ജീവിക്കുന്നത് ഇഷ്ടം കൊണ്ടാണോ? മനുഷ്യർക്ക് ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാ ഭാര്യമാരും അങ്ങനെയാണ്. പക്ഷെ എല്ലാ കേസിലും ഇങ്ങനെ ആണുങ്ങളാണെന്ന് പറയുമ്പോ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ പുരുഷാധിപത്യമുള്ള സമൂഹമാണോ ഇത്? അതിനെന്താ അത്ര? ഞാൻ നേരത്തെ ചോദിച്ചപ്പോ ഇയാള് സമ്മതിച്ചാൽ എപ്പോഴെങ്കിലും കലിങ്കേലര് 5 പെണ്ണുങ്ങൾ നിരന്നിരുന്നിട്ട് നമ്മളെയൊക്കെ കമന്റ് അടിക്കുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കാം. ഓക്കെ, അങ്ങനെ ഉണ്ടോ? ഇല്ല, ഞാനാരും കമന്റ് അടിച്ചിട്ടില്ല. അല്ല, അത് വ്യക്തിപരമായി നമ്മൾ രണ്ടുപേരും പറയുമല്ലോ ഇതൊക്കെ. മനസ്സിലായി. മുഴുവനും കൂടെ താങ്ങി പിടിച്ചെടുത്തോണ്ട് പൊക്കള ഇത്. പലപ്പോഴും ഞാൻ ഇങ്ങനെ പറയുമ്പോ അപ്പുറത്തിരിക്കുന്ന ആളതങ്ങ് വാങ്ങിയെടുക്കും. ഞാൻ ഇയാൾ അങ്ങനെയാണെന്ന് എനിക്ക് ഇയാളെ അറിഞ്ഞു പോലും കൂടാതല്ലയോ ഈ പറയുന്നേ. അപ്പൊ ഇയാൾ എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടല്ല പറയുന്നത്. പക്ഷെ നമ്മളെല്ലാം പുരുഷന്മാരുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ്. നമുക്ക് അറിഞ്ഞൂടെ നമ്മളാരെങ്കിലും സ്ത്രീകളെ കമന്റ് അടിച്ചിട്ടുള്ളതല്ലാതെ. സ്ത്രീകളെ നമ്മളെ ഒന്നിച്ച് നിന്ന് കമന്റ് അടിക്കാന്ന് പറഞ്ഞാൽ സ്കൂളിനെ കാണാൻ കുറച്ച് സമയത്ത് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കാണാൻ ഒരു സംഘം പെൺകുട്ടികളൊക്കെ വല്ലതും പറഞ്ഞിട്ടുണ്ടാകാം എന്നുള്ളതല്ലാതെ അപ്പൊ പോലും തിരിഞ്ഞു നിന്ന് പാടുപെട്ടു പോകുന്ന സ്ത്രീകൾ തന്നെയല്ലേ ഉള്ളത്. അപ്പൊ അതൊന്നും ഇല്ല എന്ന് അറിയാം. അതുകൊണ്ടാണ് പുരുഷ കമ്മീഷനെ പറ്റി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാ. അവാസ്തവമായ ഒരു വശത്തു നിന്നാണ് അത് പറയുന്നത്. നിയമം അങ്ങനെ ഉണ്ടാക്കാൻ ബാധ്യത വന്നിരിക്കുന്നത് എന്തുകൊണ്ടാ? ഈ പറയുന്ന ഇതേ പുരുഷന്മാർ തന്നെയാണ് സംരക്ഷകരായ പുരുഷന്മാരായി മാറുന്നതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. നേരത്തെ സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതേ സ്ഥലമാണ്. അങ്ങനത്തെ മനുഷ്യന്മാർ മാത്രമേ ഉള്ളൂ. അപ്പൊ പുരുഷന്മാരായിരിക്കുന്നവര് പൗരന്മാരാകേണ്ടത്, സമത്വപരമായി പെരുമാറാൻ പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ പഠിച്ചാൽ തന്നെ അപ്പൊ തന്നെ ഈ പ്രശ്നത്തിന്റെ 80% പോവും. പിന്നെ കുറച്ച് മാനസികമായ പ്രശ്നമുള്ളവർ ആണും പെണ്ണും ഉണ്ടാവും. അവരുടെ കാര്യത്തിനകത്ത് മാത്രമേ ഈ നിയമങ്ങൾ ആവശ്യം വരൂ. ലോകത്തിൽ നിയമം സാധാരണഗതിയിൽ നമ്മൾ ഉണ്ടാക്കിയാൽ ഏത് നിയമം തെറ്റിക്കുന്ന കുറച്ച് പേര് കുറച്ച് സമയത്ത് എപ്പോഴും ഉണ്ടാവും. അതാണായാലും പെണ്ണായാലും ഉണ്ടാവും. അവർക്ക് വേണ്ടി മാത്രമേ വരുന്നത്. ഇതങ്ങനെ അല്ല. 80% പേരും നിയമം തെറ്റിക്കുന്നവരാണ് നമ്മൾ. 20% ചെയ്യുന്നവരും മണ്ടന്മാരാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനത്തെ ഒരു സംവിധാനത്തിനകത്ത് ഇത് നടക്കട്ടെ. അതുകൊണ്ട് ജനാധിപത്യപരമായിട്ടുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തുമ്പോൾ വിദ്യാഭ്യാസപരമായി ഇത് പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും പരിശീലിപ്പിക്കപ്പെടുകയും ചെയ്യണം. അത് ചെയ്യപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലുള്ള അവസ്ഥയിൽ ചെന്ന് പെടുന്നത്. വളരെ നല്ലൊരു ചർച്ചയായിരുന്നു. ഞാൻ വലിയ രീതിയിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ അടുത്തേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.